നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ അമ്മയും അനിയനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞ് നീ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ടല്ലോ. അത് ശരി. അതിനുള്ളിൽ സന്ദേശം ഇങ്ങ് മോൾക്ക് കൈമാറി കളഞ്ഞല്ലോ. കൊള്ളാല്ല. അതേടി, വിളിച്ചു പറഞ്ഞു. നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായാൽ അത് പിന്നെ എന്നെ അറിയിക്കണ്ടേ അമ്മ? നോക്ക് നിധി, വാക്കുകൾ തെറ്റായിട്ട് ഉപയോഗിക്കരുത്. വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോ മറ്റെന്തോ നേടാനായിട്ട് ഞാനത് പറഞ്ഞു എന്നല്ലേ മറ്റുള്ളവർ വിചാരിക്കും. ഐ എം റിയലി സോറി കൂട്ടുകാരി. വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല. ഇത് ഭീഷണിയോ അല്ല. നിന്റെ ആ വൃത്തികെട്ട തള്ളയും ആ എരണം കെട്ട ചെറുക്കനെയും ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടുമെന്ന് പറഞ്ഞത് ഭീഷണിയല്ല. വരാൻ പോകുന്ന സംഭവത്തിന്റെ ഒരു ട്രെയിലർ. അത് ഒരു തുടർക്കഥയായിരിക്കും. കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുമ്പോ ഇവിടുന്ന് നിന്നെ ഞാൻ പുറത്താക്കും. അതിന്റെ ട്രെയിലറൊക്കെ ഞാൻ നേരത്തെ വിട്ടു കഴിഞ്ഞതാ. നിന്റെ ഈ 2 ടെക്നിക്കുകളും 8 നിലയ്ക്ക് പൊട്ടും. ആ പടം റിലീസാവൂന്നുള്ള സ്വപ്നവും നടക്കാൻ പോകുന്നില്ല കൂട്ടുകാരി. എല്ലായ്പ്പോഴും നിന്നെ സഹായിച്ചതും നിന്നെ ദ്രോഹിക്കാതെ വിട്ടതും എന്നെ വളർത്തി വലുതാക്കിയ എന്റെ അമ്മാവന്റെ മകൾ എന്നൊരൊറ്റ പരിഗണന കൊണ്ട് മാത്രമാണ്. അതിനെ ഒരു അഡ്വാൻറ്റേജ് ആയി എടുത്ത് ഇനിയും എനിക്കെതിരെ തിരിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഞാൻ കണക്ക് കൂട്ടി എന്തെങ്കിലും ചെയ്താ നീ അത് താങ്ങില്ല ശിവാനി, നീ ഓർത്തു. കണക്ക് കൂട്ടി ഉത്തരം കണ്ടെത്തുന്നതൊന്നും അല്ല ശിവാനി. പക്ഷെ ഉത്തരം എന്തായിരിക്കണോന്ന് ആദ്യമേ തന്നെ ഞാൻ ചിന്തിച്ചാലോചിച്ച് വെക്കും. അതിനെത്താൻ വേണ്ടി കണക്കുകളും കരുക്കളും നീക്കുന്ന മനസ്സാ എന്റേത്. അറിയാലോ നിനക്ക്. അതെടി, നീ ഇപ്പൊ ചിന്തിച്ചത് തന്നെ യാഥാർത്ഥ്യം. വിഷപ്പാമ്പിനെ തന്നെയാ നീ വിളിച്ചിവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. നിന്റെ മുന്നിൽ പലതരം നാടകങ്ങൾ കളിച്ചതും നിന്നെ എന്റെ വരുതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. നീ വഴിയല്ലെങ്കിലും ഞാൻ വിചാരിച്ചത് ഞാൻ നേടിക്കഴിഞ്ഞു. 6 മാസത്തെ സാവകാശവും വാങ്ങി ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് നല്ലവളാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി പ്രണവിന്റെ ജീവിതത്തിലേക്ക് വന്ന് സുഖകരമായൊരു കുടുംബജീവിതം നയിക്കാനൊന്നും അല്ല. ശാന്തസുന്ദര മനോഹരമായ ഒരു സ്വപ്ന ജീവിതം എന്റെ മനസ്സിലില്ല. സർവ്വതും തകർത്തെറിയുന്ന ഒരു കൊടുങ്കാറ്റായി ഇവിടെ വീശി എല്ലാം തച്ചൊടച്ച് ഈ കുടുംബത്തെ എന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ തന്നെ ഞാൻ വന്നത്. നിന്റെ അമ്മയെ സഹോദരനെ അവിടുന്ന് തല്ലിയിറക്കുന്നതിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് ഓരോ നിമിഷവും നീ ഈ ശിവാനിയുടെ വിശ്വരൂപം കാണാൻ പോവാ. ഞെട്ടാൻ തയ്യാറായിരുന്നു. എന്റെ ദൈവങ്ങളെ, ഏത് നേരവും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൈകൂപ്പിയിട്ടുള്ളത് ഈ കുടുംബത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രം. പക്ഷെ ഇപ്പൊ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുക. മക്കളും മരുമക്കളും എല്ലാം പല വഴിക്ക് പിരിഞ്ഞു പോകുന്നുള്ള പേടി എനിക്ക്. ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയില്ല ഞാൻ. ആരെ വിശ്വസിക്കണമെന്നോ ആരെ വിശ്വസിക്കാതിരിക്കണമെന്നോ എനിക്കറിയില്ല. എല്ലാത്തിൽ നിന്നും എനിക്കൊരു രക്ഷ ഉണ്ടാക്കി തരണേ ഭഗവാന്. ഈ കുടുംബത്തിലെ എല്ലാരും ഒത്തൊരുമയോടെ ഒരേ മനസ്സോടെ പഴയ പോലെ സന്തോഷിക്കുന്ന ഒരു കാലം ഉണ്ടാക്കി തരണേ ഭഗവാന്.
വേദിക്ക് ഭസ്മം ഇട്ട് കൊടുക്കാൻ അമ്മ മറന്നു. ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കാൻ പറ്റിയില്ല. ഉള്ളിൽ തട്ടിയ പലതും ഇപ്പോഴും മായാതെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ പോകുന്നത്. ഒന്നുമില്ലാന്ന് മുഖത്ത് നോക്കി അഭിനയിച്ചുകൊണ്ട് സ്നേഹം കാണിക്കാനൊന്നും എനിക്കറിയില്ല.